everyone, welcome to Select Talks. സാർ ബഡ്ജറ്റ് ടോക്സ് ഒക്കെ കാണാറുണ്ടോ? തീർച്ചയായും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബഡ്ജറ്റ് കാണാനുള്ളത്. ഇപ്പൊ ബഡ്ജറ്റ് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ട്രേഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ദിവസം പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ട് ബഡ്ജറ്റ് കാണാറുണ്ട്. പിന്നെ ഈ ബഡ്ജറ്റും അതുവരെ തമ്മിലേക്ക് എന്തോ ബന്ധമില്ലേ? അതെ, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് മിനിസ്ട്രി ഓഫ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഹൽവ പ്രിപ്പയർ ചെയ്യും. ഹൽവ കൊടുക്കുന്നത് ഹൽവ സെറിമണി എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെറിമണിയാണ് ഹൽവ സെറിമണി. ബഡ്ജറ്റ് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം ഹൽവ സെറിമണി. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന ബഡ്ജറ്റ് ഇസ് വെരി നൈസ്. ലൈക് ബഡ്ജറ്റ് പിന്നെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി സ്വന്തം സ്റ്റേറ്റിന് എന്ത് കിട്ടും, ഇപ്പൊ എയിംസ് കിട്ടുമോ, അത് ആമയാണോ കിട്ടുന്നത്, ഇതൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവന്നൊരു കാര്യമാണ് ഈ ബഡ്ജറ്റ് ദിവസവും അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസവും. ഈ 2 ദിവസം ആളുകൾ ഇങ്ങനെ വീട്ടിന്റെ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറത്തില്ല അല്ലെ? പണ്ട് മുതലേ എല്ലായിടത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം സ്റ്റേറ്റിന്റെ പിന്നിലുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ അതിന്റെ അകത്താണ് ഇരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ വരവ് ചെലവ് കൂടുമോ, അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ കടം കൂടും, ഇതൊക്കെ നമുക്ക് അധികം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം the whole state and the country is dependent on the budget, so budget is very important. സാറിന് ഈ തവണത്തെ ബഡ്ജറ്റ് എനിക്ക് എന്താണ് തോന്നിയത്? ലൈക്ക് സ്പെസിഫിക്കലി ഇപ്പൊ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഈ പറയുന്ന ഇൻകം ടാക്സ് ലാഡിനകത്തുള്ള വ്യത്യാസം കാരണം that was pretty much a different one, but this time it's like a normal one. പക്ഷെ ഈ പറഞ്ഞൊക്കെ എല്ലാ വർഷവും ഇപ്പൊ ഒരു 1.5 മണിക്കൂറിന്റെ സ്പീച്ച് ഉണ്ട്. അപ്പൊ അതൊരു സെറമണി ആയി മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ഡ്രസ്സിംഗ് സ്റ്റൈൽ ഓഫ് സീതാരാമൻ അതൊരു ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് കേരളത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം നമുക്ക് ബഡ്ജറ്റിനകത്ത് അത്ര വലിയ കാര്യങ്ങളൊന്നും വന്നില്ല എന്നുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റും അധികം കാണാൻ പറ്റും. ഇങ്ങനെ സാർ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ബഡ്ജറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ടേം ഉണ്ട്, ഒരു പെഡസ്ട്രിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട്. പണ്ട് കാലത്ത് എനിക്ക് നമ്മളെ ഹിന്ദു ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം ഭയങ്കര പോപ്പുലർ ആയിരുന്നു, പെഡസ്ട്രിയൻ ബഡ്ജറ്റ്. നെഹ്റുവിന്റെ പെഡസ്ട്രിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ ബഡ്ജറ്റിന് അർത്ഥം തന്നെ ഒരു ഓർഡിനറി ആയിട്ടുള്ള റുട്ടീൻ പോലുള്ള ഒരു ബഡ്ജറ്റ് എന്ന രീതിയിലാണ്, തട്ടിക്കൂട്ട് ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ടേം മേ ബി ഇപ്പൊ അധികം ആരും അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ കാണാറില്ല. പക്ഷെ അങ്ങനെ ഒരു ടേം ഉണ്ട് ബഡ്ജറ്റുമായിട്ട് ഇത് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്ത് ബ്ലോക്കിൽ നിന്ന് കർത്തവ്യ ഭവനിലേക്ക് മാറ്റിയതിനു ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 3 കർത്തവ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് എക്കണോമിക് ഗ്രോത്തിനെ സസ്റ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ആളുകളുടെ കപ്പാസിറ്റി ബിൽഡിങ്ങിന്, ടൂറിസം, മെഡിസിൻ ഇങ്ങനെയുള്ള ഫീൽഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസിവിറ്റി പണ്ട് മുതലേ ഉള്ള ഒരു 10th ഫിനാൻസ് കമ്മീഷൻ ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് 12th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പം ഈ ജൻധൻ യോജന വന്നേക്കുന്നത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റിയെ കാണിക്കാൻ. നമ്മളിപ്പോ മൊത്തത്തിലൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ഇപ്പോഴും നമ്മൾ എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നത്. അപ്പം അതിനൊരു കർത്തവ്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. പിന്നെ മറ്റൊരു ചേഞ്ചസ് കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ MSME സെക്ടേഴ്സിന് ഒരു ഇക്വിറ്റി സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് MSME ആണ് ഒരു ഫോക്കസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടർ MSME ആണ്. നമ്മുടെ എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ്, ഈവൻ ദിസ് ഈസ് എ സ്മോൾ ബിസിനസ്. അപ്പം എവറിത്തിങ് റൺസ് ഓൺ ബിസിനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ബാങ്കിങ് സെക്ടർ റിഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ക്രോപ്സിന് നമ്മുടെ കോക്കനട്ട്, കാഷ്യൂനട്ട്, സാൻഡൽ വുഡ്, കൊക്ക ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു അതെ കർഷക ഉൽപ്പന്നങ്ങൾ അതിൽപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിലും റബ്ബറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കോൺട്രവേഴ്സി. എല്ലാം ഉൾപ്പെട്ട് കഴിയുമ്പോൾ ചിലത് ഉൾപ്പെടുത്താതെ പോകുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഒരു വളരെ വലിയ തിരിച്ചടിയാണ്. കാരണം നമ്മൾ റബ്ബറിൻ്റെ അകത്ത് നമുക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഇവിടെ ട്രോൾസുകൾ അതുപോലെ തന്നെ ഭയങ്കര സജീവമായി. ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോളിൽ കൊണ്ടൊരു കാണാൻ ആമയുടെ അല്ലെ, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ആമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാറിന് തോന്നുന്നു ആമ മാത്രമാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്? ആമ മാത്രമല്ല, ബേസിക്കലി നമ്മളുടെ ബഡ്ജറ്റിന്റെ എവല്യൂഷന്റെ അകത്തുള്ള ചേഞ്ച്, അതായത് HDA വെച്ചിട്ടുള്ള ചേഞ്ച് കാരണം നമുക്ക് നമ്മളുടെ ബഡ്ജറ്റ് ഇങ്ങോട്ട് വരുന്ന കാശിനകത്ത് എന്തായാലും ഒരു ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റു കുറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു.
ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ ആ സിനിമയിൽ ആദ്യമേ കുറെ ഓവർ ഹൈപ്പ് ഉണ്ട്, നമുക്ക് ഇന്ന സാധനങ്ങൾക്ക് അതിൽ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിനിമയ്ക്ക് കയറുമ്പോൾ ഉറപ്പായിട്ടും അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോകും. ഇവിടെയാണെങ്കിൽ ഹൈപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും. അതായത് അതിവേഗ റെയിൽ 7 വരുന്നു, അതിലൊരെണ്ണം കേരളത്തിലാണ്. അതിനുശേഷം നമ്മൾ എയിംസിനെ കുറിച്ച് കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ എയിംസ് ഇല്ല. അപ്പം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുമ്പോൾ ആസ് എ സംസ്ഥാനം, ആസ് എ കേരള, ഒരു കേരള പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ വി സേ ദാറ്റ് ഡിമാൻഡ്സ് ആർ നോട്ട് മെറ്റ്. അപ്പം നമുക്ക് രാമ ഗ്രോത്ത് ആയിരിക്കും വരുന്നതെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സർ, എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തെ ആ ഒരു റെയർ എർത്ത് കോറിഡോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റെയർ എർത്ത് മിനറൽസിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ വൈസ് കേരള ഇൻക്ലൂഡഡ്? നമുക്ക് തോറിയം ഡെപ്പോസിറ്റ് ആണ് ഒരു കാര്യം, പിന്നെ സ്കാൻഡിയം. ഓക്കെ. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് അവിടെ വരുന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിനറൽ. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കേരളം പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഉൾപ്പെടുത്തുമ്പം അറ്റ്ലീസ്റ്റ് ഇത് എടുക്കുന്ന കാര്യത്തിന് വരുമ്പം നമ്മുടെ സ്റ്റേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് ഓട്ടോണോമി അതിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ബട്ട് ദാറ്റ് വിൽ ബി ഗുഡ് ആക്ച്വലി. നമ്മളിവിടെ ഇത് യൂട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടും, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം അടുത്തേക്ക് മരിച്ചുപോയ ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആണ്. അപ്പം നമ്മൾ കൂടുതലും മിനറൽസിലോട്ട് പോകുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ ഈ പറയുന്ന മൈനിങ്ങിലോട്ട് പോകുമ്പോൾ വാട്ട് ഇസ് ദ റിപ്പർക്കഷൻസ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ മറ്റു കാര്യങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടാകുന്നതോട് തോന്നുന്നു. കാരണം നമ്മൾ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്, കോസ്റ്റൽ സൈഡിൽ നിന്നായിരിക്കും മൈൻ ചെയ്യുക. അപ്പം ഈ സീ ലെവൽ റൈസ്, അതിനൊക്കെ തന്നെ ഇൻസ്റ്റെബിലിറ്റി, എക്കോ സെൻസിറ്റിവിറ്റി, ഇതെല്ലാം നമ്മൾ നോക്കിയില്ലെങ്കിൽ അവിടെ ഇഷ്യൂ ഉണ്ടാവും. അപ്പം ബഡ്ജറ്റ് ബേസിക്കലി നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം അവിടെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഫോറിൻ എയ്ഡ്സിൽ എന്തോ ഒരു വ്യത്യാസം. ടൂറിസം സെക്ടറിൽ ടൂർ പാക്കേജസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ടാക്സ് കളക്റ്റഡ് റിസോഴ്സ് TCS എന്നാണ്. TDS എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ടേമാണ് TDS ഉം TCS ഉം. TDS എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സും TCS എന്ന് പറയുന്നത് ഇപ്പൊ സെയിലിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സും. അപ്പം നമ്മള് ടൂർ പാക്കേജസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പണ്ട് 5 മുതൽ 20% വരെ ആയിരുന്നത് അതിപ്പോ 2% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം ഈ തായ്ലൻഡിലും ബാലിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് കേരളത്തിലുള്ള എല്ലാവരും ഇപ്പം തായ്ലൻഡിലും ബാലിയിലും ഒക്കെ തന്നെയാണ്. കാലത്തിലെ ക്യാമറ വീഡിയോസ് കണ്ടാലും നമുക്ക് അവിടെ ഇൻസ്റ്റന്റ് റീൽസ് എല്ലാം കണ്ടാലും തായ്ലൻഡും ബാലിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോറിൻ എയ്ഡിന്റെ കാര്യം ബേസിക്കലി അതെ, ഫോറിൻ എയ്ഡ് അതായത് ഇപ്പം ബഡ്ജറ്റിൽ നമ്മൾ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഫോറിൻ എയ്ഡ് കൊടുക്കുന്നത് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം കൊടുക്കും. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നോക്കിയാൽ തന്നെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ തന്നെ ഗ്രോത്ത് ടോട്ടൽ ഓവറോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7% അവർക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൂടി. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഭൂട്ടാനാണ്. നമ്മുടെ 40% ഫോറിൻ എയ്ഡ് നമ്മൾ കൊടുക്കുന്നത് ഭൂട്ടാന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേപ്പാൾ, ശ്രീലങ്ക, ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബംഗ്ലാദേശ്, മ്യാൻമാർ, മാൽഡീവ്സ് ഈ 3 രാജ്യങ്ങളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കുറയ്ക്കുകയും ചബഹാർ പോർട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അംബീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ വൺ ഓഫ് ദ പ്രോജക്ട്സ് ആണ്. ചബഹാർ പോർട്ടിലേക്ക് യാതൊരു വിധത്തിലുള്ള അതായത് ആ പ്രോജക്റ്റ് ഇപ്പോൾ ഹോൾട്ട് ചെയ്ത് വെച്ചേക്കാം, അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഫോറിൻ എയ്ഡ് അത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ജിയോ പൊളിറ്റിക്സിന്റെ പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് കൂടുതലും ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പാർട്ടായിട്ടാണ്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വോയിസ് ഉള്ള കൺട്രീസിനെ നമ്മൾ എംപവർ ചെയ്തെടുക്കണം. മാൽഡീവ്സിൽ ഇപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഒരു ചൈനീസ് ഇൻപുട്സ് ആണ് അവിടെ കൂടുതലും വരുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് കുറച്ചും കൂടെ ചൈന ഓറിയന്റഡ് ആണ്. നമ്മൾ കുറെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ദേ ആർ ലൈക്ലി മൂവിങ് ടുവേർഡ്സ് ചൈന. അപ്പം അവരുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സണൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള നമ്മുടെ നെയ്ബേഴ്സിനെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ അവർ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പോളിസി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഭൂട്ടാനൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആണെങ്കിലും മറ്റു കാര്യങ്ങൾ ഇപ്പം അവിടെ ഇഷ്ടംപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ആ ഒരു ഫോക്കസും നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മറ്റേ പാസഞ്ചേഴ്സ് ആണെങ്കിലും ഭൂട്ടാൻ ചൈന ഇഷ്യൂ വന്നപ്പോഴാണ് ഇന്ത്യ ഭൂട്ടാൻ ചൈന ഇഷ്യൂ വരുമ്പോൾ അതൊരു ബഫർ സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. പിന്നെ ബംഗ്ലാദേശിന്റെ ഇഷ്യൂ വരുമ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പം ഓട്ടോമാറ്റിക്കലി മൈനോറിറ്റി പ്രശ്നങ്ങൾ വരുന്നത്.
അതേപോലെ തന്നെ ബംഗ്ലാദേശിനൊരു സൈഡ് വഴി പാകിസ്ഥാനുമായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫണ്ട് നമുക്ക് കുറയ്ക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഫോറിൻ എയ്ഡിന്റെ അകത്തുള്ള വ്യത്യാസം. പിന്നെ ബഡ്ജറ്റിൽ വന്നൊരു മേജർ മാറ്റം എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിംഗായിരുന്നു. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷം വരെ 4.4% ആയിരുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിരുന്നു ആസ് എ പെർസെന്റേജ് ഓഫ് GDP. ഈ വർഷം വന്നപ്പോഴത്തേക്ക് അത് 4.3% ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫോക്കസ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിൽ നിന്ന് മാറി ഡെറ്റ് ടു GDP റേഷ്യോയിലേക്ക് മാറി. ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 55.6% ആയിരുന്നു, 56.1% ആയിരുന്നു. അത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ 55.6% ആയിട്ട് കുറയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 31 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 50% ആക്കി മാറ്റാം, 50% കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിലവിലെ ഗവൺമെന്റിന്റെ ഫോക്കസ് ആണ്. അപ്പൊ ഇതൊരു മേജർ ഷിഫ്റ്റ് ഇൻ ഓഫ് പോളിസിയാണ്, പോളിസി ആങ്കറാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിൽ നിന്ന് ഗവൺമെന്റ് ഷിഫ്റ്റ് ചെയ്യാണ് ഡെറ്റ് ടു GDP റേഷ്യോയിലേക്ക്. ഇത് വേണമെങ്കിൽ ഇന്ത്യയിൽ മാറി വരുന്ന ഒരു ഫിസിക്കൽ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ ഇന്ത്യയുടെ. കാരണം നമ്മളിപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ഷൻ, നമ്മുടെ ഗ്രോത്ത് പ്രൊജക്ഷൻസ് നമ്മൾ വളരെ കൂട്ടിയാണ് നോക്കുന്നത്. കാരണം ഇന്ത്യ ഒരു വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന എക്കണോമിയാണ്. ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു ചേഞ്ച് വരാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ GDP കൂട്ടുക, അതിനനുസരിച്ച് ഡെഫിസിറ്റ് കുറയ്ക്കുക. ഇത് നമ്മുടെ ഒരു രീതിയാണ്. ദാറ്റ് വിൽ ബി വെരി ഗുഡ് ആക്ച്വലി. ആ ഒരു ഫോക്കസ്, ആ ഒരു വ്യത്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ദാറ്റ് ഇസ് ഓൺ ദ റൈറ്റ് പാത്ത്. അതുപോലെ തന്നെ നമ്മുടെ IT സെക്ടേഴ്സിനും AI ടെക്നോളജി ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മാറുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറുന്ന ബഡ്ജറ്റ് ആയിട്ട് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാര്യം പുതിയ പുതിയ ടെക്നോളജീസിന്റെ ഒരു ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ്. കാരണം വുമൺ കയറി വരട്ടെ എന്നുള്ളതാണ്. ഞാൻ ഈ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വുമൺ കയറി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് കാണിച്ചേക്കുന്നത് ബഡ്ജറ്റിന്റെ അകത്ത്. അപ്പം ദാറ്റ് ഇസ് ഓൾസോ ഷിഫ്റ്റ് ഇൻ ഫോക്കസ്. കാരണം കുറച്ചു കാലം മുമ്പ് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ആളിവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മളൊരു 50% ഓഫ് ആ പോപ്പുലേഷൻ ഇസ് നോട്ട് വർക്കിംഗ് ആക്ച്വലി വുമൺ. അപ്പൊ അവര് ചിലപ്പോൾ പഠിച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു കം. അപ്പൊ എല്ലാവരും ഓണ്ടർപ്രണേഴ്സ് ആവട്ടെ, ഓണ്ടർപ്രണർഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുത്താനുള്ളത് വുമണിലേക്ക്. ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ലൈക്ക് ഒരു ഗ്രോത്ത് വളരെ നല്ലതാണ് ആ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15% കൂടുതൽ ഗ്രോത്ത് ഡിഫൻസ് സെക്ടറിലേക്ക് മാത്രമുണ്ട്. അപ്പൊ ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇതിന് ഈ ഒരു ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മുടെ ടെക്നോളജീസ് നമ്മൾ കംപ്ലീറ്റ്ലി കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ ഡ്രോൺ ഡെവലപ്മെന്റിന്റെ അകത്ത് നമ്മൾ വളരെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പം പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡെവലപ്മെന്റ് സ്കെയിലും വലുതായി. അതേപോലെ തന്നെ നമ്മുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയി. പിന്നെ അതാണെങ്കിൽ നമ്മൾ കുറച്ച് ധൈര്യത്തോടു കൂടി സാധനങ്ങൾ മേടിക്കുന്നുമുണ്ട് പുറത്തുനിന്ന്. അപ്പം അതിന്റെ ഒരു ഗ്രോത്ത് കാണിക്കുന്നത് ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ആ മിലിറ്ററി ഫോഴ്സ്. പിന്നെ ഇതിന്റെ മോഡേണൈസേഷൻ. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചിന്തിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക 5th ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫ്ലൈറ്റുകളെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുക, ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, ഇത്രയും കാശ് ഇറക്കണമല്ലോ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. കാരണം നമുക്ക് ഇത്ര ത്രെറ്റ് വരുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ട ആൾക്കാർ പേടിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഡിഫൻസിന് നേരത്തെ നമ്മൾ ഡിഫൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബഡ്ജറ്റ്സ്. പക്ഷെ ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ വീക്ക് ഇൻ ഇന്ത്യ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞു AI ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ് ഡിഫൻസിലോട്ട് വരുന്നത്. പിന്നെ ലോകത്തുള്ള എല്ലാ വലിയ രാജ്യങ്ങളും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ആയുധം കച്ചവടം നടത്തിയിട്ടാണ് ഇത്ര റിച്ചാവുന്നത്. എപ്പോഴും അല്ല എങ്കിലും ഈ ലോക്കീഡ് മാർട്ടിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആയുധം ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഡിഫൻസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇന്ത്യ ഈസ് ഓൾസോ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ആ ഒരു ചേഞ്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. സർ, ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് ഡിസ്കഷൻസ് വരുമ്പോൾ നമ്മുടെ ആസ്പിറൻസിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം കാണാതെ പഠിക്കണമെന്നുള്ളത്. കാര്യം നമുക്കറിയാം ഒരു ഭയങ്കര വലിയൊരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് എല്ലാ ഡേറ്റാസും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പം ഹൗ ഇസ് ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ഫോർ ദ ആസ്പിറൻസ്? നമ്മളൊരു ഇപ്പം എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും നോക്കാം. നമുക്കിപ്പോ PSC, UPSC, ബാക്കിയുള്ള SSC പോലുള്ള എക്സാം. ഇപ്പൊ UPSC ഈ ചേഞ്ചിങ്
ആയിട്ടുള്ള ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ എന്താ പറയാ, ഡിഫൻസിൽ എന്ത് മാറ്റം വന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിൽ എന്ത് മാറ്റം വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി. പിന്നെ അതിന് ട്രെൻഡ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത് ബഡ്ജറ്റ്. അപ്പൊ എക്കണോമിക് സർവേ എന്നാണ് കൂടുതലും ഈ പറയുന്ന ബഡ്ജറ്റിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്കണോമിക് സർവേ ആണ് UPSC നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഈ ചേഞ്ചിങ് ട്രെൻഡ്സ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു, ഈ വർഷം നമ്മൾ ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, ഈ ഒരു ചേഞ്ച് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് പ്ലാൻസ്, ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ നമ്മൾ സ്പെസിഫിക്കലി എന്തെങ്കിലും പ്ലാൻ കൊണ്ടുവരുവാണെങ്കിൽ അത് ചിലപ്പോൾ ഫോക്കസ് ചെയ്തുള്ള ചോദ്യം വരാം. അപ്പൊ കൂടുതലും ഇൻഡെപ്തിൽ പോകുന്നതിനെ കാട്ടി ഇപ്പൊ പണ്ടത്തെ എല്ലായിടത്തും കുറെ സിനോപ്സിസ് കിട്ടുന്നുണ്ട്. സിനോപ്സിസ് നോക്കിയതിനു ശേഷം ആ ഒരു പർട്ടിക്കുലർ ഏരിയ പോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി നോക്കുന്നതായിരിക്കും. തിരിച്ചു പോകാനാണ് നല്ലത്. ആ ഫുള്ള് ബഡ്ജറ്റ് വായിക്കുന്നതിനെ കാട്ടി സിനോപ്സിസ് നോക്കിയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എടുത്തിട്ട് തിരിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ PSC വരുമ്പോൾ സ്പെസിഫിക് ഫാക്ട്സ് നോക്കുക. ഫാക്ട് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റ്സ് ആയിരിക്കും കുറച്ചുകൂടി. കുറച്ചും കൂടെ PSC വരുമ്പോൾ ഫാക്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ എല്ലാ ഫാക്ടും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ നമ്മളുടെ GDP ഡെഫിസിറ്റ് എത്രയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ SSC വരുമ്പോഴും ഈ പറഞ്ഞ ഫാക്ട്സ് ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരും. എല്ലാം ഇപ്പൊ സിനോപ്സിസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ തന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പറയുന്ന എക്കണോമിക് സർവേ ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അത് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഈ ചാനലിൽ തന്നെ അത് മാത്രമല്ല, നമ്മള് ക്ലാസ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലാസ് കാണുമ്പോൾ എല്ലാവർക്കും അത് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത് ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോഴാണ് കൺഫ്യൂഷൻസ് കൂടുതൽ വരുന്നത്. നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബഡ്ജറ്റിന്റെ ക്ലാസ്, ബഡ്ജറ്റിന്റെയും എക്കണോമിക് റിവ്യൂവിന്റെയും എക്കണോമിക് സർവേന്റെയും ക്ലാസ്സസ് കഴിഞ്ഞിട്ട്. അപ്പൊ അതും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വിജയം. താങ്ക് യു. താങ്ക് യു സർ.